ചിരിച്ചേടോ, ഹാപ്പി അല്ലേ നിങ്ങൾ? നമ്മളെപ്പോഴും ലൈഫിൽ നല്ല സന്തോഷമായിട്ടിരിക്കുക. എന്താണെങ്കിലും നമ്മുടെ ലൈഫിൽ ചില സങ്കടങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ആ സങ്കടത്തിന് പ്രയോറിറ്റി കൊടുക്കാതെ എന്താണ് നമ്മൾ ലൈഫിൽ ഒരുപാട് സന്തോഷമുള്ള എത്രയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ആ കാര്യത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. എന്നാലും നമ്മൾ മുഖമൊക്കെ ഒന്ന് വാടുമ്പോൾ നമ്മളോട് അത്ര ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് വേഗം മനസ്സിലാവും അല്ലേ. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരോടും ദേഷ്യപ്പെടാറാണ് പതിവ്. പക്ഷെ എന്താണ്, അവർക്ക് മനസ്സിലായി നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു സങ്കടമുണ്ട്, അതാണ് നമ്മൾ ഇങ്ങനെ നടക്കുന്നതെന്ന്. അപ്പം നിങ്ങൾ അവരുമായിട്ട് നിങ്ങളുടെ ആ ഒരു സങ്കടം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അവർ നിങ്ങൾക്കൊരു സൊല്യൂഷൻ എന്തായാലും പറഞ്ഞു തരാതിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൈയൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞാൽ നമ്മൾ പോയി ഡോക്ടറെ അടുത്ത് കാണിക്കാറില്ലേ. ഇപ്പോൾ ഡോക്ടർ എന്താണ്, നമുക്കതിനെന്താണ് ചെയ്യേണ്ടത്, എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ ഉണങ്ങാനുള്ള മരുന്ന് നമുക്ക് തരും. അതുപോലെ നമ്മുടെ സങ്കടം നമുക്ക് അത്രയും എന്താ പറയുക, നമുക്കും അത്രയും സ്നേഹമുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അവർ നമ്മുടെ ആ മുറിവ് ഉണങ്ങാനുള്ള അല്ലെങ്കിൽ ആ സങ്കടം മാറ്റാനുള്ള ആ ഒരു മരുന്ന് അവരുടെ കയ്യിലുണ്ടാവും. ഓക്കെ, അല്ലാതെ നമ്മൾ ഇങ്ങനെ ആ കാര്യം ഓർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ലൈഫിൽ ചിന്തിക്കാനല്ലേ. നമ്മളെപ്പോഴും ഓർക്കുക സങ്കടമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. വെറുതെ ഇരിക്കുമ്പോൾ മിക്കപ്പോഴും ആലോചിക്കുക സങ്കടമുള്ള കാര്യങ്ങളായിരിക്കും. ആ സങ്കടമുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ആ നേരത്തെ ആ സമയം കൂടെ പോയി കിട്ടും. അതിന് പകരം നമ്മൾ എൻജോയ് ചെയ്തിട്ടില്ല, അല്ലെ നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ, അല്ലെ നമ്മളെ പഴയ ഫ്രണ്ട്സ്, അവരെ പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ അവരായിട്ടൊന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കുക. അപ്പോൾ നമുക്ക് മൈൻഡ് ഒന്ന് മാറുന്നുണ്ട്, അല്ലെ നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞു തുടങ്ങുന്നുണ്ട് എന്നൊക്കെ തുടങ്ങുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളൊന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങുക, ഒന്ന് നടക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കൂട്ടുകാരുണ്ടാവുമല്ലോ, അവരോടൊക്കെ കൂടെ ഒന്ന് സംസാരിച്ചാലൊക്കെ ഒന്ന് റിലാക്സ് ആവും. ഓക്കെ, നമ്മൾ മനസ്സിൽ ഇങ്ങനെ സങ്കടങ്ങൾ ഇങ്ങനെ കൂട്ടി വെക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശരീരവും നമ്മുടെ മുഖവും ഒക്കെ ആകെ ഡള്ളാവുക അല്ലേ. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് കുറച്ച് പേശികൾ മാത്രം ചലിച്ചാൽ മതി അല്ലേ. ഒന്ന് ചിരിച്ചു നോക്കിയേ, കണ്ടോ, കുറച്ച് ഒരു ഇത് മാത്രം അനങ്ങിയാൽ മതി. പക്ഷെ നമ്മൾ കരയണമെങ്കിൽ എന്തൊക്കെ നമ്മുടെ മുഖം അപ്പോൾ ആകെ ചുക്കിച്ചുളിഞ്ഞ് നോക്കും, നമ്മുടെ മുഖം തന്നെ മാറിപ്പോലെ. നെറ്റിയൊക്കെ ചുളിഞ്ഞ് കണ്ണൊക്കെ ഇറങ്ങി ഇവിടെയൊക്കെ കറുപ്പ് വരും, ഇവിടെയൊക്കെ ചുളിവ് നേരത്തെ വരും. അതൊക്കെ എന്തിനാ നമ്മൾ നേരത്തെ വരുത്തുന്നത്? നമുക്ക് ഞങ്ങളെ ചിരിച്ചോണ്ടിരിക്കുന്നത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. നമുക്കും നമ്മുടെ മുഖമൊക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് നമുക്കും ഇഷ്ടം. അപ്പം നമ്മൾ സങ്കടത്തിന് പിന്നാലെ ഓടാതെ നമ്മുടെ ലൈഫിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും വലിയ സന്തോഷങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അപ്പം അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കുക അല്ലേ. സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പാട് എല്ലാവരുടെ ലൈഫിലും ഉണ്ട്. പക്ഷെ നമ്മൾ ആ സങ്കടം തന്നെ ഓർത്തിരിക്കരുത്, കുറേ സന്തോഷങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പം അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. എന്താ പറയുക, നമ്മൾ വേറെ ആരെയും ദ്രോഹിക്കാൻ പോവാതെ രാത്രി നമുക്ക് നല്ല സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ലക്കിയാ. അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റണമെങ്കിൽ നമ്മുടെ മനസ്സിൽ വേറെ ഭാരങ്ങളോ സങ്കടങ്ങളോ ഒന്നും ഉണ്ടാവരുത്, നമ്മൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവരുത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും ഇനി എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കുക, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. ഓക്കെ.